അപ്പോൾ ഗൈസ് നമ്മുടെ 5th പോയിന്റ്, എപ്പോഴും വണ്ടീൻ്റെ എഞ്ചിനും ശ്രദ്ധിക്കുക കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് നമ്മൾ അക്സസറീസ്, നമ്മൾ ഓവർ ദ ടൈം പൈസ ചിലവാകുന്ന വേറെ ടിയർ പാർട്സിൻ്റെ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇപ്പം വരെ പറഞ്ഞത്. ഇഞ്ചിൻ നോയ്സ്, നിങ്ങളിപ്പോൾ ഈ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇത് 2022 മോഡൽ ഒരു ബൈക്കാണ്. അപ്പോൾ ഈ 2022 തന്നെ നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ കയ്യിലോ അല്ലെങ്കിൽ അറിയാവുന്ന ആരുടെയും കയ്യിൽ ഈ വണ്ടി ഉണ്ടെങ്കിൽ, നല്ല വണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സൗണ്ട് ആദ്യം കേൾക്കുക. പിന്നെ നിങ്ങൾ എടുക്കാൻ പോകുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ സൗണ്ട് അതിൻ്റെ കേട്ട് ഏകദേശം സിമിലർ ആണെങ്കിൽ വലിയ കുഴപ്പങ്ങളില്ല. പിന്നെ ഓയിൽ ലീക്ക് നല്ല രീതിയിൽ ചെക്ക് ചെയ്തോണം. ഹെഡ് ഗ്യാസ്കറ്റിൻ്റെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഓയിൽ ലീക്ക് വരും. ആ ഓയിൽ ലീക്കുള്ള വണ്ടികൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ റേഡിയേറ്റർ, ഈ വണ്ടിക്കൊക്കെ റേഡിയേറ്ററും അതും ഇതെല്ലാം വരുന്നത്, അപ്പോൾ ഓവർ ഹീറ്റായി ഓഫായി പോകുന്നുണ്ടോ, അത് നമുക്കൊരു ഇച്ചിരി സ്ട്രെസ്സ് വണ്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ആ കാര്യം മനസ്സിലാവും. അപ്പം എൻജിൻ സൈഡ് നിങ്ങൾ എപ്പോഴും ക്ലിയർ ആയിട്ട് നോക്കണം. അതെന്തായാലും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാനാണെങ്കിൽ ഇതിൻ്റെ തന്നെ വേറെ ഒരു വണ്ടിയും നിങ്ങൾ എടുക്കാൻ പോകുന്ന വണ്ടിയും തമ്മിൽ ഒരു ഡിഫറൻസ് വരുമല്ലോ, അത് നിങ്ങൾക്ക് എൻജിൻ സൗണ്ട് കേട്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ പരമാവധി ഈ എക്സോസ്റ്റിൽ നിന്ന് വൈറ്റ് സ്മോക്ക് വരുന്ന ഒരു വണ്ടികൾ എടുക്കാതിരിക്കുക. ഒത്തിരി ബ്ലാക്ക് സ്മോക്ക് ഒരുപാട് കൂള് തള്ളുന്നുണ്ട്, ഒരു ബ്ലൂ സ്മോക്ക് തള്ളും. അങ്ങനത്തെ സ്മോക്ക് തള്ളുന്ന വണ്ടികൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ പോയിൻ്റ് ആയിരുന്നു, ആരും അധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, എന്നാലും ഞാൻ എപ്പോഴും എനിക്ക് പണി കിട്ടുന്ന ഒരു കാര്യമാണ് ഇലക്ട്രോണിക്സ്. ബൈക്കിൻ്റെ അക്സസറീസൊക്കെ ചിലർ വെക്കും, ചിലരിങ്ങനെ വയറൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ചൊക്കെ ചെയ്യുക. അങ്ങനത്തെ വണ്ടികൾ മാക്സിമം അക്സസറീസിൽ അധികം നല്ല വൃത്തിക്ക് ചെയ്യുന്നതാണ് ഓക്കെ. ചുമ്മാ തട്ടലൊടുക്ക് പരിപാടി ചെയ്യുന്ന അങ്ങനത്തെ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് പരിപാടിയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും കീ സ്റ്റാർട്ട് ചെയ്യുക, വണ്ടി സ്റ്റാർട്ട് ആകുന്നുണ്ടോ, മീറ്ററിൻ്റെ കാര്യങ്ങൾ വർക്കിംഗ് ആണോ, നിങ്ങളുടെ മീറ്ററിൻ്റെ എല്ലാം സാധനം എല്ലാം ഈ കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണോ എന്ന് നോക്കുക. സ്വിച്ച് ഗിയറുകൾ നോക്കുക, ഇൻഡിക്കേറ്റേഴ്സ് നോക്കുക, പാസ് നോക്കുക, ഹോൺ നോക്കുക, ടെയിൽ ലൈറ്റ് കത്തുന്നുണ്ടോ നോക്കുക, ഹെഡ്ലൈറ്റിൻ്റെ പാസ് കത്തുന്നുണ്ടോ, ത്രോ ഉണ്ടോ, എല്ലാം ഉണ്ടോ. വേറെ ഇപ്പോൾ ഈ വണ്ടിക്കാണെങ്കിൽ 2 മീറ്റർ ഉണ്ട്, അപ്പോൾ ഇവിടെ ഒരു മീറ്റർ ഉണ്ട്, ഇവിടെ ഒരു മീറ്റർ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചെക്ക് ചെയ്യുക എങ്ങനെ ഉണ്ടെന്ന്. ഇലക്ട്രോണിക്സും ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഈ ഷോക്കിൻ്റെ കാര്യം, ബാക്ക് ഷോക്കും നിങ്ങൾ എവിടെയെങ്കിലും ഓയിൽ ലീക്ക് ഉണ്ടോ എന്ന് നോക്കുക. പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും കാണരുത്, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ചാൻസ് ഓഫ് ഗെറ്റിംഗ് എ ഡീസൻറ്റ് ബൈക്ക് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലാതെ ഒരു വണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ, അടുത്ത എന്തെങ്കിലും പരിപാടിയായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.